ഇപ്പോൾ സാൻ CERN സാൻ CERN സാൻ ഇത് വന്ന് യൂറോപ്യൻ കൺട്രീസുടെ 26 യൂറോപ്യൻ കൺട്രീസുടെ കോമൺ സയൻസ് സെൻറ്റർ. യൂറോപ്യൻസ് ചില കാര്യങ്ങൾ അവരെ കണ്ട് നമ്മൾ പഠിക്കണം കേട്ടോ. നമുക്ക് സ്റ്റേറ്റ് ലെവലിൽ റിസർച്ച്, കേരളത്തിൽ പല റിസർച്ച് യൂണിറ്റും ഉണ്ട്, തമിഴ്നാട്ടിലും ഉണ്ട്. ഒவ்வொரு സ്റ്റേറ്റിൽ റിസർച്ച്, അത് പണം വേസ്റ്റല്ലേ? ആലോചിച്ച് നോക്ക്. ഒരു സെൻട്രൽ റിസർച്ച് മതിയല്ലോ എല്ലാത്തിനും തന്നെ. ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മതി. അതിൽ നിന്നുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്താൽ മതിയല്ലോ. ഇത് ഇങ്ങനെ ഇന്ത്യയിൽ ഒരുത്താൻ പറഞ്ഞു, ഇന്ത്യയിൽ പണമുണ്ട്, ആക്ച്വലി സൂപ്പർ വെയർ മണി മാനേജ്മെൻറ്റ് ശരിയില്ല, ആവശ്യമില്ല. ഒவ்வொரு സ്റ്റേറ്റും ഇങ്ങനെ ആവശ്യമില്ല. ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കും. കോമൺ സബ്ജക്റ്റൊക്കെ സെൻട്രൽ, അത് ഒരു മതി, ബാക്കിയെല്ലാം ഇങ്ങനെ കൊണ്ടുവരണം. അത് അവർ ബുദ്ധിശാലിത്തനമായിട്ട് ജനീവ ഞാൻ അവിടെ പോയി. അവിടെ പോയപ്പോൾ എന്താണെന്ന് വെച്ചാൽ 26 കൺട്രീസും ചെയ്ത് പണം കൊടുക്കും. ആ സെൻറ്ററിൽ 300 സയൻറ്റിസ്റ്റും ക്രിസ്ത്യൻ സയൻറ്റിസ്റ്റാണ്. അപ്പോൾ അവരുടെ ഈ അജണ്ട ഇപ്പോൾ വന്ന് ഞാൻ തന്നെ ചീഫ് പേഴ്സൺ. അപ്പോൾ നിങ്ങളാണ് സയൻറ്റിസ്റ്റ്. 300 പേര് ഒരു ദിവസം യോഗം വിളിക്കുന്നു. ഇപ്പോൾ എന്ത് ചെയ്യാൻ, നെക്സ്റ്റ് ഇയർ പ്രോജക്റ്റ് എന്താണ്? അവർ ഇൻഡിപെൻഡൻറ്റ് ബാഡി, എല്ലാ ഗവൺമെൻറ് ഇവരെ തീരുമാനിച്ച് കണ്ടിന്യൂ ഫൈൻഡിങ്സ് 26 കൺട്രിക്കും അയച്ചു കൊടുക്കുക. ശമ്പളം കൊടുക്കുന്നവരാണ്, ഫണ്ട് കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത പോലെ എന്താണ് നമുക്ക് റിസർച്ച് ചെയ്യേണ്ടത് പറയൂ. ആരെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയൂ. അടുത്ത കൊല്ലം നമ്മൾ. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഇത് സബ്ജക്റ്റ് കിട്ടുന്നില്ല. നിങ്ങളെ ഇപ്പോൾ ആലോചിച്ച് നോക്ക്. പുതുതായിട്ട് അഗ്രികൾച്ചറിൽ എന്ത് കണ്ടുപിടിക്കുന്നത്? ഒരു അഗ്രികൾച്ചർ ഒരു MSc അഗ്രികൾച്ചർ ചോദിച്ചാൽ അവനക്ക് പറയാമുള്ള എല്ലാം കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നതാണ് വിചാരിക്കാൻ. സബ്ജക്റ്റ് കിട്ടണം. അതാണ് ബയോ ഫെർട്ടിലൈസർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഇങ്ങനെ പുതിയ സബ്ജക്റ്റ് എല്ലാം ആൾറെഡി കവറഡ്. അപ്പോൾ ഇത് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരുത്തം പറയണം നമുക്കൊരു കാര്യം ചെയ്യാം. ഗോഡ് എന്നുള്ള ഒരു GOD ഗോഡ് എന്നൊന്നുണ്ടല്ലോ. അവിടെ വെസ്റ്റേൺ കൺസെപ്റ്റ് G ഫോർ ജനറേഷൻ, O ഫോർ ഓപ്പറേഷൻ, D ഫോർ ഡിസ്ട്രക്ഷൻ. ഇതാണ് ഇൻ്റർനാഷണൽ. നമ്മൾ സൈബർ ഇതിൽ ഡിയും കഴിഞ്ഞൊന്നുണ്ട്. D ഫോർ ഡിസൊല്യൂഷൻ, അടുത്ത കൺസീലിംഗ് ആൻഡ് റിവീലിംഗ്. ഇതൊക്കെ സൈബർ സിദ്ധാന്തത്തിലുള്ളതാണ്. അവിടെ അപ്പോൾ ശരി, നമ്മളത് കണ്ടുപിടിക്കാം. ശരി, എങ്ങനെ അവരൊക്കെ കണ്ടുപിടിച്ചു? എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു ട്യൂബ് ഉണ്ടാക്കണം, HD പൈപ്പ്. അതൊക്കെ ഞാൻ പോയി, നമ്മൾ ഈ പൈപ്പ് ലൈൻ ഇടാൻ, പൈപ്പ് ഹൈ ഡെൻസിറ്റി പവർ, അങ്ങനെ ഭൂമിയുടെ അടുത്ത് ഒരു 300 അതിന് കൂടുതൽ ലെന്തിന് ഭൂമിയിൽ പതിച്ചിട്ട് അതിൽ നിന്നാണ് ഈ നിങ്ങൾ പറഞ്ഞ ഈ ഹൈഡ്രജൻ കൊളൈഡർ. ആറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ, അതല്ലേ നിങ്ങൾക്ക് കൂടുതൽ അറിയാമോ? ഇപ്പോൾ എല്ലാം 10 പിരിഞ്ഞു. പ്രോട്ടോണേയും 10 റഫലി അതേയും ക്ലാസ് ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് ഇങ്ങനെ കൊലൈഡ് ചെയ്ത് ഇങ്ങനെ അടിച്ചടിച്ച് വരുമ്പോൾ കറക്റ്റാണ് അവർ കാൽക്കുലേഷൻ. ഇങ്ങനെ ഒരു സ്ക്രീന്, നിങ്ങൾ ചിദംബരം നടരാജർ വിഗ്രഹം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതേ അളവിൽ ഒരു സ്ക്രീൻ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ആര് പോയാലും കാണാം. ഞാൻ കണ്ടു, നിങ്ങൾ പോയാലും കാണാം. ഫ്രീ തന്നെ, അവർ എല്ലാം കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് കൊളൈഡർ വന്ന് ഇവിടെ വന്ന് അടിച്ച് ഇവിടെ വന്ന് സ്ക്രീനിൽ ആര് വരുന്നു അത് തന്നെ കടവുൾ. അത് ക്രിസ്ത്യനായിരുന്നാലും ഹിന്ദു ആയിരുന്നാലും ഏത് പ്രചരം അത് തന്നെ സയൻറ്റിഫിക്കായി കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞ് എല്ലാവർക്കും കൊടുക്കും. അവരുടെ പണി അതല്ലേ, അങ്ങനെയാണ്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതേമാതിരി ഇവിടെ കോൺക്രീറ്റ് ബിൽഡിങ്, ഓഫീസ്, സയൻറ്റിസ്റ്റൊക്കെ ഇരിക്കുന്നത്. അവിടെ ലാബ് അടുത്താണ്, റോഡിൻ്റെ അപ്പുറം. അത് വുഡൻ സ്ട്രക്ചർ. അവിടെയാണ് പ്രോസസ്സായി വന്ന് ഇവിടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ആയി. പെട്ടെന്ന് നോക്കി ആ വുഡൻ സ്ട്രക്ചർ കാണാതായി. എന്തോന്ന് എരിഞ്ഞു പോയില്ല, എരിഞ്ഞാൽ പുകയൊക്കെ ഉണ്ടാകുമല്ലോ. പെട്ടെന്ന് കാണാതായി. എന്താടാ ഇത് കാണാതായി? പുകയില്ല, ഒന്നുമില്ല. കാരണം എന്താ വെച്ചാൽ പിന്നെയാണ് അവർ കണ്ടുപിടിച്ച് ഡ്യൂ ടു സം 2,00,000 ഡിഗ്രി സെൻറ്റിഗ്രേഡിന് അവിടെ ഹീറ്റ് പ്രൊഡ്യൂസായി. അപ്പോൾ 2,00,000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഹീറ്റ് പ്രൊഡ്യൂസ്, അവിടെ എരിയാൻ നേരമില്ല. എന്തോന്ന് വിതിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് എവറിതിങ് വാസ് റെഡ്യൂസ് ടു എനർജി, ഡിസപ്പിയറായി. ഇങ്ങനെ അതാണ് കാലാഗ്നി. അത് ഇപ്പോൾ മനസ്സിലായ ഒരു റഫ് അണ്ടർസ്റ്റാൻഡിങ്. ഇനി അഗ്നി എന്നുള്ളത് പഞ്ചഭൂതത്തിലൊരു അഗ്നി വന്നാൽ അത് ആർഡിനറി അഗ്നി. ഓക്കെ. അപ്പോൾ ഇതിൽ ഇവർ വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ കൗണ്ട് ഡൗൺ കണ്ടുപിടിച്ചു. കൗണ്ട് ഡൗൺ വന്നപ്പോൾ എല്ലാവരും, അവർ ക്രിസ്ത്യൻ സയൻറ്റിസ്റ്റ് അല്ലേ, 300 പേരും ക്രിസ്ത്യനാണ്. ഇങ്ങനെ നോക്കി അവർ വിചാരിച്ച് ഒരു ജീസസിൻ്റെ ഒരു പടം വരും. അവർക്ക് അതല്ലേ, അപ്പോൾ ഈ ജീസസ് പടമേ അത് ഒരു
പിന്നെ ലിയനാർഡോ ഡാവിൻസി ഇവരൊക്കെ വരച്ച പടമാണത്. അങ്ങനെ ജീസസ് എങ്ങനെ ഇരുന്ന് ആരും കണ്ടിട്ടില്ല, അപ്പോൾ ഫോട്ടോഗ്രാഫി ഒന്നുമില്ല. അത് വരുമെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇത് വെച്ചാൽ പെട്ടെന്ന് നടരാജർ ഒന്ന് ആടുകയാണ്. എന്തെന്ന് നടരാജർ ആടുകയാണ്, ഇങ്ങനെ തീമാരി ഇങ്ങനെ വന്ന് അതേ സ്ട്രക്ചർ അതേ സൈസ് വന്ന് ആടുന്നപ്പോൾ അവർ എഴുതി വെച്ച് എന്താണെന്ന് എഴുതി വെച്ച് ഗാഡ് എന്തോന്ന് നടരാജർ തന്നെ എന്ന് എഴുതി വെച്ച്. ഗാഡ് എന്ന് പറഞ്ഞാൽ നടരാജർ തന്നെ എന്ന് പറഞ്ഞാൽ അവർ റിപ്പോർട്ടൊക്കെ കൊടുത്ത്. പിന്നെ ഇന്ത്യയിലും ചോദിച്ചു, ഒരു നടരാജർ വിഗ്രഹം ചെയ്ത് അവിടെ വച്ചിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇത് ഗാഡ് എന്ന് വെച്ചാൽ ഇതാണെന്ന് പറഞ്ഞ് ഇത് അവർ പറഞ്ഞു. അതിൽ ഒരുപാട് തത്വങ്ങളുണ്ട്. അതാണ് ശിവയോഗൻ്റെ ബേസിക് അവരിലുള്ള തത്വങ്ങൾ. അതിൽ പഞ്ചഭൂതവും ദേവതകൾ എല്ലാം വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ശിവയോഗത്തിലും ഷഡ്ചക്ര നിരൂപണവും നല്ല തറവ് പഠിച്ചാൽ അതിനെ മനസ്സിലാവും. ഓക്കെ, ശരി. ഇപ്പം നമ്മൾ വന്ന ഗാഡ് പാർട്ടിക്കിളിൽ ഇങ്ങനെ കാലാക്കിനി എന്ന് ഒരു അഗ്നി ഉണ്ടെന്നുള്ളത് കാണിക്കാൻ വേണ്ടി അത് പറഞ്ഞു. ഗാഡ് പാർട്ടിക്കിളിൽ സകല ഗതികളും കൺട്രോൾ ചെയ്ത 9 അംശം നയൻ 9 എനർജി ചേർന്നിട്ടുള്ള ഒറ്റ എനർജിയാണ് നടരാജർ ശിവം. എന്തോന്ന് നടരാജർ ശിവം എന്ന് പറഞ്ഞ എനർജി. ശിവൻ എന്ന് പറയുമ്പോഴാണ് സഗുണം. നിങ്ങൾ പുലിത്തോൽ കൊടുത്തിരിക്കുന്നു, കയ്യിൽ ശൂലായുധം വെച്ചിരിക്കുന്നു, അത് സഗുണ ഉപാസന. എന്തോന്ന് സഗുണ ഉപാസന. മറ്റേ ഇത് ഹൈ ലെവലിൽ ഉള്ളത് എനർജിയാണ്. അപ്പോൾ ഇപ്പോൾ ഹിന്ദു മതത്തിൽ രൂപ വഴിപാട് ഇല്ല. ആലോചിച്ച് നോക്കും. എന്നാൽ ഇപ്പം മുസ്ലിം വന്ന് ശിലാരൂപത്തെ ഉടച്ച് ഇവിടെയും ശിലാരൂപം ആവശ്യമില്ലാതെ ഒന്നാണ്. ഹൈ ലെവലിൽ ശിലാരൂപം ഇല്ല, ലോയറിലാണ് ഉള്ളത്. അതുകൊണ്ട് ക്രിസ്ത്യൻ അവർ ഹിന്ദുക്കളിൽ ഇവർ അണ്ടർസ്റ്റാൻഡിങ് പർപ്പസിന് വേണ്ടിയാണ്, ഒരു ലോയർ ലെവലിലുള്ളവർക്ക് അവരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ശിലാരൂപം. അതും ഫിലോസഫിക്കൽ എക്സ്പ്ലനേഷൻ ഉള്ളത്. ഹൈ ലെവലിൽ പോയാൽ നിങ്ങൾ ന്യായം, വൈശേഷികം, മീമാംസ, ഉത്തരം, സാങ്ക്യം, യോഗം, അതിൽ രൂപമില്ല. ഈ വഴിപാട്ടിലാണ് രൂപം. അയ്യപ്പൻ എവിടെയും നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ്. പക്ഷേ അയ്യപ്പൻ രൂപം എടുത്തു, അതിനെയാണ് നിങ്ങൾ ഫോട്ടോയിൽ വെച്ച് കുമ്പിടുന്നത്. ആ രൂപം ഇപ്പോൾ ഇല്ലല്ലോ. ആ രൂപം എന്ത് അങ്ങേര് പോയി ശ്രീധർമ്മശാസ്ത്രത്തിലിരുന്ന് അത് ഡിസപ്പിയർ ആയതല്ലേ. എന്നാലും നിങ്ങൾക്ക് ആദ്യം ഒരു കുട്ടികൾക്ക് മനസ്സിലാക്കാൻ അയ്യപ്പൻ്റെ പടം വെച്ചല്ലേ പൂജ ചെയ്യാറുണ്ട്. സ്വാമിയെ ശരണയ്യപ്പ എന്ന് പറയുമ്പോൾ വിഗ്രഹം വേണമല്ലോ. അല്ലെ ഇവിടെ നിന്ന് വെറുതെ സ്വാമിയെ ശരണം അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. എന്തോന്നാണ് ചേരം നോക്കി പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഇതാണ് സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. പക്ഷേ നമ്മുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ളത് നമ്മുടെ ആൾക്കാർ ചാവുന്നവരെ ചെയ്യുന്നു. ഇതാണ് കുഴപ്പം. അവരെ ലിഫ്റ്റ് ചെയ്യുന്ന യോഗയാണ് ഇതൊക്കെയാണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ പഞ്ചഭൂതത്തിൽ ഒരു അഗ്നിയുണ്ട്, അതിൻ്റെ പേര് കാലാഗ്നിയുണ്ട്. ശരി, ഇപ്പം നിങ്ങൾ എർത്ത ചൂടാക്കുന്നു. എർത്ത് വന്ന് സാലിഡല്ലേ, ചൂടാക്കിയാൽ എന്താവും? ഹീറ്റ് ഉണ്ടായല്ലേ, അത് ലിക്വിഡാവും. അപ്പോൾ സാലിഡ് ഇപ്പോൾ കാണാതെ പോയല്ലോ. ഇപ്പോൾ പഞ്ചഭൂതത്തിൽ 4 ഉള്ളൂ. 5 ഇരുന്നല്ലേ പഞ്ചഭൂതം, 4 അപ്പോൾ ടെട്ര. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വെള്ളത്തെയും ചൂടാക്കി, അപ്പോൾ എന്താവും? അത് ഡിസപ്പിയറായി ആവിയാ പോകുന്നല്ലോ. ഇപ്പോൾ അവർ 4ാമത് ലെയറും കാണാതെ പോയാൽ ഇപ്പോൾ എവിടെ ഇരിക്കുന്നു? ഇപ്പോൾ 2ാമത് ലെയർ. അപ്പോൾ ഹീറ്റ് എവിടെ പോയി? ഈ ഹീറ്റ് മറ്റേ ആവിയാകുമ്പോൾ അത് വലിച്ചെടുത്തോണ്ട് പോയി. ഇപ്പോൾ മനസ്സിലായ? ഇതാണ് പഞ്ചഭൂതത്തിലുള്ള ഹീറ്റ്. ഇപ്പം ഞാൻ കാറ്റ ചൂടാക്കുകയാണ്. ഇത് നിങ്ങൾ ചോദിക്കില്ല ചിലർ, അത് ടൈം ഇത് വേണ്ടിയാണ് ഞാൻ സ്ട്രൈറ്റായി പറയുന്നത്. ചില ആളുകൾ നിങ്ങൾ ഇനി കാറ്റ് എങ്ങനെ ചൂടാക്കാൻ വന്നു വെച്ചാൽ ഈ മറ്റേ തീയും കാണാതെ പോയല്ലോ. 3ാമത് ലെയർ കാണാതെ പോയല്ലോ. ഇനിയും ചൂടാക്കണമെങ്കിൽ തീ വേണമല്ലോ. ഏത് തീ? അതാണ് കാലാഗ്നി. മനസ്സിലായ? അപ്പോൾ എയറിൽ ഇപ്പോൾ എല്ലാം ആറ്റമിലായിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാം സോളിഡ് എന്ന് വെച്ചാൽ ടൈറ്റ്ലി, അത് ലൂസായ വാട്ടർ, ഇന്നും ലൂസായ എയർ. ഇനി അപ്പോൾ ആറ്റമിൽ എല്ലാം ഇരിക്കുകയാണ്. അത് ചൂടാക്കിയാൽ എന്താവും? ഈ കാലാഗ്നി വെച്ച് ചൂടാക്കുമ്പോൾ ഇറ്റ് വിൽ ബി ട്രാൻസ്മ്യൂട്ടഡ് ഇൻ ടു എനർജി. ഇതാണ് വെരി ഇമ്പോർട്ടൻ്റ്, എഴുതിക്കുള്ളൂ. ഇറ്റ് ഈസ് ട്രാൻസ്മ്യൂട്ടഡ് ഇൻ ടു എനർജി. എന്തോന്ന്? ട്രാൻസ്മ്യൂട്ടഡ് ഇൻ ടു എനർജി. അതാണ് ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ട്? ഇതിലാണ് യോഗ ഇരിക്കുന്നത്. എന്തോന്ന്? പഞ്ചഭൂത എനർജി മാനിപ്പുലേഷൻ യോഗ ഇതിലാണ് ഇരിക്കുന്നത്. എന്തെന്ന്? ചക്ര ആക്ടിവേഷനിൽ കൂടെ പഞ്ചഭൂത എനർജി മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ അത് ഇതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വായുവിൽ ഇരിക്കുന്നത് സ്പേസ് ലെവലിൽ കൊണ്ടുപോയല്ലോ. അപ്പോൾ സ്പേസിൽ പോകുമ്പോൾ അത് എവിടെ മെർജായി? പരാശക്തിയിൽ മെർജായി. ഇപ്പോൾ പെർമനൻ്റ് അത്. ശിവൻ എന്ന് പറയുന്ന സ്പേസും പരാശക്തിയിൽ നിന്നുള്ള എനർജിയെല്ലാം പെർമനൻ്റ്. അപ്പോൾ ഇതുവരെ കണ്ടത് മായ ഒരു തോന്നലായിരുന്നു. നിങ്ങൾ റിയാലിറ്റി എന്ന് വിചാരിച്ചു, പക്ഷേ അത് വെറും തോന്നൽ. ഡ്യൂ ടു ദി കാങ്കർട്ടൈസേഷൻ ഓഫ് ദാറ്റ് എനർജി ഈ 4 പുറത്തു വന്നു. കാങ്കർട്ടൈസ്, ആ എനർജിയാണ് ഫാദർ ആൻഡ് മദർ. അതിനെ നിങ്ങൾ ചുരുക്കി കൊണ്ടുവന്നപ്പോൾ അത് ചൂടാക്കി വിരിവടയുമ്പോൾ അത് വീണ്ടും പോയി. എവിടെ പോയി?
ലയിച്ച്. അപ്പോൾ ഇങ്ങനെ അത് ഇനി ആ എനർജിയെ ചുരുക്കുക, അതിൽ നിന്ന് വായു ഉണ്ടാവും. വായു ചുരുക്കി കംപ്രസ് ചെയ്താൽ ഫയറിൽ വായു എരിഞ്ഞാൽ ലിക്വിഡ് -0 കൊണ്ടുപോയാൽ സാലിഡ് വന്നാൽ. അപ്പോൾ ഇങ്ങനെ പോയി അവിടെ എനർജിയിൽ മെർജ് തിരിച്ച് എനർജി എന്ന് വെച്ചാൽ ഈ പ്രോസസ്സാണ് ചക്ര ആക്ടിവേഷനിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലിരിക്കുന്ന നിങ്ങളുടെ കർമ്മിക്ക് ഇത് മാറും, ആൾക്കും ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജി എല്ലാം മാറുമല്ലോ. ഇതാണ്